SSLC ഫുൾ A+ വേണ്ട മക്കളെല്ലാവരും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അതായത് നമ്മുടെ SSLC പഠിക്കുന്ന മക്കളുടെ എല്ലാവരുടെയും ഒരു ഡ്രീമാണ് ഫുൾ A+ എന്നുള്ളത് അല്ലേ. പക്ഷേ ഈ ഫുൾ A+ കിട്ടാൻ എത്ര മാർക്സ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവോ? അപ്പോൾ അറിയില്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെ കിട്ടും, എത്ര മാർക്സ് വേണം എന്നുള്ളതെല്ലാം മിസ് പറഞ്ഞു തരുന്നുണ്ടാകും. അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് 3 സബ്ജക്ട്സ്, അതായത് മാത്സ്, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ സോഷ്യൽ സയൻസ്, ഇത് ഔട്ട് ഓഫ് 80ലാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യേണ്ടത്. ആൻഡ് ബാക്കിയുള്ള നമ്മുടെ IT അല്ലാത്ത ബാക്കി സബ്ജക്ട്സ് എന്ന് പറയുന്നത് 40ലാണ് നിങ്ങളുടെ വരുന്നത്. അപ്പോൾ ഇതിൽ 80ൽ വരുന്ന നിങ്ങളുടെ ഈ 3 സബ്ജക്ട്സിന് നിങ്ങൾക്ക് 72 ആൻഡ് അബവ് കിട്ടിയാലാണ് നിങ്ങൾക്ക് A+ ആവുക. അതായത് 90% അബവ് വേണം. ആൻഡ് നമ്മുടെ ബാക്കി 40ൽ വരുന്ന സബ്ജക്ട്സ് ആണെങ്കിലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 35 ആൻഡ് അബവ് കിട്ടിക്കഴിഞ്ഞാൽ, 36 ആൻഡ് അബവ് കിട്ടിക്കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഫുൾ A+ലേക്ക് അല്ലെങ്കിൽ ഓരോ സബ്ജക്ട്സിനും A+ലേക്ക് വരാം. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 3 സബ്ജക്ട്സ് 80ൽ സ്കോർ ചെയ്യുന്ന 3 സബ്ജക്ട്സിൽ നിങ്ങളുടെ A+ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഔട്ട് ഓഫ് 80ലല്ല, പകരം ഔട്ട് ഓഫ് 100ലാണ്. അതായത് മാത്സ് ആയിക്കോട്ടെ, സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഈ 3 സബ്ജക്ട്സ് 100 മാർക്സിലാണ് നിങ്ങളുടെ A+ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് അവിടെ നിങ്ങൾക്ക് 90 സ്കോർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ 90 അല്ലെങ്കിൽ അബവ് സ്കോർ ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ നമ്മുടെ ബാക്കി 40ൽ നിങ്ങൾ എഴുതിയെടുക്കുന്ന മാർക്സിൻ്റെ ആ സബ്ജക്ട്സ് നിങ്ങൾക്ക് ഔട്ട് ഓഫ് 50ലാണ് നിങ്ങളുടെ A+ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് എത്ര വേണ്ട വരും? അവിടെ നമുക്ക് 35 മതിയാവോ? പറ്റില്ല അല്ലേ. 45 ആൻഡ് അബവ് നമുക്ക് വേണ്ട വരും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ 80ലും 40ലും എഴുതുന്ന സബ്ജക്ട്സ് നമുക്ക് 100ലും അതേപോലെ തന്നെ 50ലും കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവിടെയാണ് നിങ്ങളുടെ CE മാർക്കിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നിങ്ങൾക്ക് CE മാർക്സ് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളുടെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറയും, നിങ്ങളുടെ അസൈൻമെൻറ്റ്, നിങ്ങളുടെ ടെസ്റ്റ്, നിങ്ങളുടെ അറ്റൻഡൻസ് ഒക്കെ നോക്കിയിട്ട് ടീച്ചേഴ്സ് തരുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു 20 മാർക്സ് നിങ്ങൾക്ക് CE മാർക്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കുന്ന, അപ്പോൾ നിങ്ങൾ 80ൽ ഒരു 70 എഴുതിയെടുത്താൽ തന്നെ നിങ്ങൾക്ക് എത്രയായി? 70 + 20 നിങ്ങൾക്ക് 90 കിട്ടി, നിങ്ങൾ A+ലെത്തി. അതേപോലെ തന്നെയാണ് നമ്മുടെ ബാക്കിയുള്ള സബ്ജക്ട്സിൽ. നിങ്ങളൊരു 35 ഒക്കെ എഴുതിയെടുത്താൽ നിങ്ങൾക്കൊരു 10 മാർക്സ് ഫുള്ള് കിട്ടിയിട്ടുണ്ടെന്ന് കരുതാം. അപ്പോൾ 45 ആയി, നിങ്ങൾ A+ലേക്ക് എത്തും. ഓക്കെ. അപ്പം ഈ ഒരു വീഡിയോൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഉണ്ട്. ആൻഡ് ഇതിൽ PDF ആയിട്ട് എൻ്റെ കുട്ടികൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എന്ത് കമൻറ്റ് ചെയ്യുക? ഫുൾ A+ എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എത്ര സ്കോർ ചെയ്യണം എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് PDF നിങ്ങളുടെ DM-ലേക്ക് വരുന്നുണ്ടാകും. അതേപോലെ തന്നെ ഈ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ യൂസ്ഫുൾ വീഡിയോസ് എൻ്റെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ.